നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടൻ സീ ലൈഫിലാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാർക്ക് വാക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ബ്രിഡ്ജ് പോലെ, അതായത് ഗ്ലാസിൻ്റെ മേലേക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കണ്ട ഫുള്ള് ഷാർക്കുകളാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു അക്വേറിയത്തിലാണ് നമ്മളുള്ളത്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന അതായത് ശരിക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന ചില കാഴ്ചകൾ എന്ന് പറയുന്നത്, നമുക്ക് കടലാമ, അതുപോലെ നമ്മുടെ തെരണ്ടി മീൻ, അതുപോലെ പെൻഗിന്, അങ്ങനെ വ്യത്യസ്തമായ പല കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലണ്ടൻ ഐയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ സീ ലൈഫ് ഉള്ളത്. മറൈൻ ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് സീ ലൈഫ്. ഏകദേശം 5 സെക്ഷനായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഷാർക്ക് വാക്ക്. അതേപോലെ തന്നെ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു സോൺ വരുന്നുണ്ട്. പിന്നെ ഓഷൻ ഇൻവേഡേഴ്സിൻ്റെ ഒരു സോൺ വരുന്നുണ്ട്. നമ്മൾ ഇന്നേ വരെ കാണാത്ത, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള മീനുകളെ, അതായത് ശരിക്കും കടലിൻ്റെ അടിയിലൊക്കെ ജീവിക്കുന്ന ഒത്തിരി ടൈപ്പ് കടലിലെ ജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പലതും പല ഡിസൈനുകളും അതുപോലെ പല ഷേപ്പിലുമൊക്കെയുള്ള, നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത പലതരം മീനുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എല്ലാം ഓരോരോ മീനുകൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ ഈ കാണുന്നത് നീരാളിയാണ് കേട്ടോ. അതിൻ്റെ തലയാണ് നമ്മൾ മുന്നിലായിട്ട് കാണുന്നത്. അതിൻ്റെ പുറകിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ നീരാളിയുടെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചിരിച്ചോണ്ട് വരുന്ന ആളാണ് തെരണ്ടി. നമ്മളൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഒരു തെരണ്ടീനെ ജീവനോടെ നേരിട്ട് കാണുന്നത്. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള മീനുകളെ കാണാൻ കേട്ടോ. ഇതിനകത്ത് കുറേ തെരണ്ടി മീനുകളുണ്ട്. അതേപോലെ തന്നെ വേറെ പലതരം മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ടണലാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ടണലിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. നമ്മളെ ചുറ്റി ഫുള്ള് ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മുടെ മുകൾ ഭാഗത്തും സൈഡ് ഭാഗത്തും എല്ലാം നമുക്കിങ്ങനെ മീനുകളെ കാണാം. അതായത് ശരിക്കും നമ്മളൊരു കടലിൽ കൂടെ നടന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. നമ്മളൊക്കെ ശരിക്കും ഒരു കടലിൻ്റെ അടിക്കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് ഫീൽ ആവുക, അതേപോലെയാണ് ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ അത് കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് ശരിക്കും ഒരു ഒറിജിനലായിട്ട് നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ലൈറ്റും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഈ കാണുന്ന ഓരോ മീനിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ സൈഡിൽ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ഈ ഗ്ലാസ് ടണലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം പല തരത്തിലുള്ള മീനുകളുണ്ട്. അതുകൊണ്ട് തെരണ്ടിയുടെയൊക്കെ വാല് കണ്ടോ, നമുക്ക് തെരണ്ടി വാലിനെ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ആ നീളം കണ്ടോ, നല്ല നീളത്തിലാണ് അതിൻ്റെ വാലൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, എന്ത് നീളം നോക്കി എൻ്റെ വാലിന്. നമ്മൾ ഇത് ഇപ്പം ശരിക്കും ടണലിൽ കൂടെ കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്, കടലാമ. കടലാമേനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനൊരു സൈസ് നോക്കിക്കേ. നമ്മൾ സാധാ ആമേനെ കണ്ടുകൊണ്ടിരുന്നുണ്ട്. 2 കടലാമയാണ് കേട്ടോ പോകുന്നത്. എന്നെ സൈസാണ് നോക്കി. 4 ഒരു കാല് പോലെ സ്ട്രക്ചറുണ്ട്, 4 കാലുകൾ പോലെ. അത് വെച്ചിട്ടാണ് അത് നീന്തി പോകുന്നത്. നമ്മളിവിടെ ഇങ്ങനെ മീനുകളെ കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. കാരണം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ മീനുകളും ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പല ടൈപ്പുള്ള മീനുകളെ നമ്മൾ കാണുന്നത്. ചില മീനുകളൊക്കെ ചിലപ്പോഴൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങത്തുള്ളൂ. ചിലപ്പോൾ അവർ ഉള്ളിലൊടിയിലൊക്കെ മറഞ്ഞിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ മീനുകളെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക.
നമുക്ക് പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള മീനെ കാണാറുണ്ട്. ഈ മീൻ ഇത് സ്രാവുകളും ഒക്കെ പോകുന്നത് കണ്ടോ? എന്ത് സൈസ് നോക്കിയതുണ്ടോ? വേറെ ഓരോ ടൈപ്പ് സ്രാവുകളെയൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. പല ടൈപ്പും പല ഷേപ്പും പല ഫീച്ചേഴ്സുമുള്ള മീനുകളെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഗ്ലാസ് ടണലിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മീനുകൾ വരുമ്പോൾ നമ്മൾ തൊട്ടടുത്തൂടെ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ അടുത്തൂടെയൊക്കെ വരുമ്പോൾ നമുക്കിത് ശരിക്കും തൊട്ടടുത്തൂടെ പോകുന്ന പോലെ നമുക്ക് ആ ശരിക്കും അടുത്ത് കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ മുകൾ ഭാഗത്തും എല്ലാമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കടലിൻ്റെ നടുക്ക് നമ്മൾ ശരിക്കും ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക, ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് വേറെയും ചെറിയ ചെറിയ അക്വേറിയങ്ങളും ഓരോരോ സെഗ്മെൻറ്റുകളാണ് കേട്ടോ. നമ്മളങ്ങനെ ഈ ടണലിൽ കൂടെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ആയിട്ട് വേറെ ഓരോ സെക്ഷനുകളുണ്ട്. ഒരുപക്ഷെ ചിലപ്പം ഈ ചില മീനുകൾ, അതായത് ഈ ചെറിയ മീനുകളെ ഭക്ഷിക്കുന്ന വലിയ മീനുകളുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവയൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത്. ഇതുണ്ട് എന്നാ രസമുള്ള മീനുകളൊക്കെ, എന്നൊക്കെ ഡിസൈനുകളാണ്, പല തരത്തിലുള്ള കളറുകൾ, പല തരത്തിലുള്ള നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര കളർഫുൾ മീനുകളാണ്. ചില മീനുകളൊക്കെ ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ ഡിസൈൻ പോലെയുണ്ട്. നമ്മളങ്ങനെ ഗ്ലാസ് ടണലിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ആണ്. നമ്മളങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഒന്നും കൂടെ ഞാൻ അവിടെ നിന്ന് നമുക്ക് ഈ ഗ്ലാസ് ടണലിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് വലിയൊരു ഏരിയ കേട്ടോ. ആ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഒത്തിരി വലിയ മീനുകളെ, സ്രാവുകളെയും അതുപോലെ കടലാമകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് റെയിൻ ഫോറസ്റ്റിലേക്കാണ്. ഇവിടെ നമുക്ക് റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന പലതരം ജീവികളെ കാണാം. അതായത് പല കളറുള്ള തവളകൾ, അതുപോലെ തന്നെ എട്ടുകാലികൾ, അങ്ങനെയുള്ള പല ജീവികളെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് പല ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുണ്ട്, ആമകളെ കാണാം, ചെറിയ ചെറിയ മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ മുതലയുണ്ട്. ആമകൾ തന്നെ പല തരത്തിലുള്ള ആമകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് കുറേ മീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ റെയിൻ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാട്ടർ ബോഡിയിലൊക്കെ കാണുന്ന മീനുകളായിരിക്കാം. നമ്മൾ നേരത്തെയൊക്കെ കണ്ട ആ മീനുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ പലതരം മീനുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും നമ്മളൊരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേപോലെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ട്, വേറെ ടൈപ്പ് മീനുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഈ മീനുകളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിനകത്ത് കണ്ടോ ചെറിയ മീനുകളുണ്ട്, അതുപോലെ തന്നെ വലിയ മീനുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ മീൻ എനിക്കൊന്ന് പിരാനയാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു VR എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഈ അണ്ടർ സീ നമുക്ക് ശരിക്കും ഒരു VR ഇത് വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സോണിലേക്കാണ്, അതായത് അന്റാർട്ടിക്ക. നമ്മൾ ശരിക്കും ഇവിടെ ഒരു അന്റാർട്ടിക്കയുടെ ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ പെൻഗിനെ ഇവിടെ വളർത്തുന്നുണ്ട്. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതുണ്ടോ, ഇതും ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇതുണ്ട്, ഈ പെൻഗിനുകൾ നമ്മുടെ തൊട്ടടുത്ത് വരും. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് അവയെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ അകലേക്ക് നോക്കുവാണെങ്കിൽ ശരിക്കും അന്റാർട്ടിക്ക എങ്ങനെയാണോ അതേപോലെയുള്ള മഞ്ഞുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കി നിൽക്കുവാണെങ്കിൽ വളരെ രസകരമായ പല കാഴ്ചകളും കാണാൻ കേട്ടോ. ഇവർ വെള്ളത്തിലേക്ക് ചാടുന്നതും തിരിച്ച് കയറിപ്പോകുന്നതും നടക്കുന്നതും ഒക്കെ കാണാനൊരു കൗതുകം തന്നെയാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ പെൻഗിനെ നേരിട്ട് കാണുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നതാണ് ജെല്ലി ഫിഷിൻ്റെ സോണാണ്. പലതരം ജെല്ലി ഫിഷുകൾ, പല ടൈപ്പ് ജെല്ലി ഫിഷുകളെയാണ് നമ്മൾ കാണുന്നത്.
ഇവർ ഈ ലൈറ്റ് ഇട്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രസമാണ്. നമുക്കറിയാം ശരിക്കും ജെല്ലി ഫിഷുകൾ കളറില്ലാത്ത ഒരു ജീവിയാണ്. പക്ഷെ ഇവർ ഈ ലൈറ്റ് ഇട്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇവർ ഈ ഓരോ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ വളരെ രസമാണ്. ഏകദേശം ഒരു കൂണിൻ്റെ ഷേപ്പിലൊക്കെയാണ് ഇവരിങ്ങനെ പോകുന്നത്. കണ്ടോ അവരെ ആ മുകളിലത്തെ ആ ഭാഗം വെച്ചിട്ടാണ് അവർ നീന്തുന്നത്. ശരിക്കും നമ്മൾ സാധാ മീനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മീനാണ്. അതിൻ്റെ സ്ട്രക്ചർ തന്നെ വളരെ വ്യത്യസ്തമാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് ഈ ലൈറ്റ് ഇട്ട് കാണുമ്പം വളരെ രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ പല ടൈപ്പ് ജെല്ലി ഫിഷുകളെ കാണാം. ആദ്യം നമ്മൾ കണ്ടത് സാധാരണയൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പുള്ള ജെല്ലി ഫിഷാണ്. ഇതുണ്ട് ഇപ്പം കാണുന്നത് വേറെ കുറച്ചും കൂടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജെല്ലി ഫിഷാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് വേറെ ടൈപ്പ് ജെല്ലി ഫിഷാണ്. വളരെ രസമുണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഇങ്ങനെ വരയും, അതുപോലെ വാല് ആണെങ്കിൽ നല്ല നീളത്തിലുള്ള വാലുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മാഡം ടുസാഡ്സിലോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്.